ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. രാവിലെ ഞാൻ സാരിയൊക്കെ കൊടുത്ത് ഇറങ്ങുന്നു. അനുക്കുട്ടി മോളും ഉച്ചയ്ക്ക് ശേഷമുള്ള സെഷനിലേ ഇറങ്ങാറുള്ളൂ. സാറിന് ഇപ്പോൾ അങ്ങനെയാണ്, ലേറ്റായിട്ടല്ലേ ഞങ്ങൾ കിടക്കുന്നത്. അപ്പോൾ അവർ ഇച്ചിരി റെസ്റ്റൊക്കെ എടുത്തിട്ട് സാവകാശം കുറച്ച് ലക്ഷകളിയായിട്ട് ഇറങ്ങുന്നു. ഞാനും മീരയും കൂടെ ഇറങ്ങാൻ പോകും. എനിക്കാണെങ്കിൽ ഒരു എന്താ പറയുക, എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഭയങ്കര ഓവർ ആവേശമാണ്. കൂടുതൽ കാര്യങ്ങൾ കാണണം, കൂടുതൽ എസ്പെഷ്യലി ഫുഡിൻ്റെ കാര്യം ടേസ്റ്റ് ചെയ്യണം, ഷോപ്പ് ചെയ്യണം. ഓടി എത്തുന്നില്ല, ആകെ 4-5 ദിവസമല്ലേ ഉള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ഇറങ്ങണമെന്ന് വിചാരിച്ചാണ്. എന്നിട്ടും 11:30 മണി കഴിഞ്ഞു. ഓക്കെ, എന്തായാലും പട്ടുസാരി കൊടുത്തു. ചെന്നൈയിൽ വന്നിട്ട് പട്ടുസാരി കൊടുക്കാതെ ഒരു ദിവസം പോകുന്നത് ശരിയല്ല. അപ്പോൾ ഒരു ദിവസത്തേക്ക് ഞാനൊരു സാരി കൊണ്ടുവന്നു, അത് കൊടുത്തിട്ട് ഇറങ്ങുന്നു. പറ്റുമെങ്കിൽ ക്ഷേത്രങ്ങളിലൊക്കെ ഒന്ന് കയറിയാൽ കൊള്ളാമെന്നുണ്ട്. കുറച്ച് വിശേഷങ്ങൾ. ഓക്കെ, കാറും ഡ്രൈവറും എല്ലാം രാവിലെ തന്നെ റെഡി. നമ്മുടെ താമസമേ ഉള്ളൂ. ഓക്കെ, ബാസ്കോ മേളിലാണ് തോന്നുന്നു. മീര രാവിലെ തന്നെ റെഡി. ഇത് കൊള്ളാം കേട്ടോ, ഈ മണി പ്ലാന്റ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് നൈസല്ലേ, ഇങ്ങനെ നടക്കുന്നത് കൊള്ളാം. ബാസ്കോ മേളിലുണ്ടോ? മീര ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിട്ട് പോവാണല്ലേ അമുദയ്ക്ക്. അമുദയുടെ സ്റ്റൈൽ കണ്ടോ, എത്ര കമ്മലല്ലേ, എന്ത് സന്തോഷം നോക്കൂ. പാവം. We are going to eat സാമ്പാർ ഇഡ്ഡലി. മീര അവിടെ ദോശ ഒരു 100 സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എങ്കിലും നമുക്കൊരു സാമ്പാർ ഇത് ഗുരുനാനക്കിൻ്റെ ഗുരുദ്വാര. ഓക്കെ, എല്ലാം ഉണ്ടല്ലേ. ഗുരുദ്വാര വേണമെങ്കിൽ അതുണ്ട്, മറ്റേ ആശ്രമങ്ങളുണ്ട്, മറ്റേ രാമകൃഷ്ണ മിഷൻ. ചെന്നൈയുടെ ഫസ്റ്റ് സ്പെൻസേഴ്സ് ബിൽഡിംഗ്. ഇത് ഇവിടെ ഒരു ലോക്കൽ ഏരിയ ആണോ? ബസാർ. എന്ത് ബസാർ? ജാം ബസാർ. ഓ ആ, ജാം ഇസ് എ ഡേം, ജാം ബസാർ. ഓക്കെ, ജാം ബസാർ എന്നാണ് പറയുന്നത്. ഒരു ബസാർ ഏരിയ ആണ്. ഓ, ഗവൺമെന്റിന്റെ ലിക്കർ ഷോപ്പ്, ഇൻകം ഷോപ്പ്. ഓക്കെ, ഗവൺമെന്റ് ഇൻകം ഷോപ്പ്. അത് നല്ല തിരക്ക് രാവിലെ തന്നെ. വർക്കിംഗ് ഡേ ആണ്. എന്നിട്ട് ട്രിപ്ലിക്കേനിലാണ് മറ്റേ ജാം ബസാർ. നമ്മൾ ആ ബസാർ ഏരിയ കഴിഞ്ഞ് മുന്നോട്ട് പോകണം. ഇതെല്ലാം ബസാർ തന്നെയാണ്. ഇവിടെ എവിടെയാണ്? ട്രിപ്ലിക്കേൻ, ചെന്നൈ. രത്ന കഫേ. ഓക്കെ, അങ്ങനെ നമ്മൾ രത്ന കഫേയുടെ ഉള്ളിലിരിക്കുന്നു. ഇവിടത്തെ എന്താണ് ഇഡ്ലി സാമ്പാർ, ഫേമസ് സാമ്പാർ. ഈ ഷോപ്പ് എന്ന് പറഞ്ഞാൽ സിൻസ് 1948 ആണ്, 1948 മുതൽ. മോർ ദാൻ 75 years old. ഇവർക്കിപ്പോൾ കുറേ ബ്രാഞ്ചസ് ഉണ്ട്. അതിൽ ഒരു ബ്രാഞ്ചിൽ പോയപ്പോഴാണ് അവിടെ മറ്റേ മെട്രോയുടെ വർക്ക് നടക്കണമെന്ന് പറഞ്ഞിട്ട് നമുക്ക് അവിടെ അവരിപ്പോൾ ഈ സാമ്പാർ ഇഡ്ഡലിയൊന്നും അവിടെ ഇല്ലായിരുന്നു. സെലക്റ്റീവായിട്ടായിരുന്നു കാര്യങ്ങൾ. സാമ്പാർ സൂപ്പർ സ്റ്റാർ ഔട്ട്ലുക്കിലൊക്കെ വന്നാണ്. 75 ഇന്ത്യസ് മോസ്റ്റ് ഐക്കോണിക് റെസ്റ്റോറൻറ്റ്സിൻ്റെ ലിസ്റ്റിൽ രത്ന കഫേ അവരുടെ സാമ്പാർ ഭയങ്കര ഫേമസ്. മീര കുറച്ച് ഷൈ ആണ്, ക്യാമറ ഷൈ ആണ്. ഞാനിങ്ങനെ നിർബന്ധപൂർവ്വം പിടിച്ചോണ്ട് വരുന്നതാണ്. ഓരോ ഫ്രെയിമിലേക്ക് ഞാൻ കേട്ടാൻ നോക്കുന്നത്. വളരെ സ്വീറ്റായിട്ടുള്ളതാണ്, പാവമാണ്. പിന്നെന്താണ് പറയേണ്ടത് മീരയെ കുറിച്ച്? മീര വളരെ മിതഭാഷിയാണ്, സോഫ്റ്റ് സ്പോക്കൺ. ഇവിടെ കിട്ടുന്ന സാധനങ്ങൾ വേറെ കാര്യങ്ങൾ. ഗീ പൊടി ഇഡ്ഡലി ഉണ്ട്, മിനി ഇഡ്ഡലീസ് ഉണ്ട്, അത് ഗീ ഇഡ്ഡലി എന്ന് തന്നെ പറയുന്നത്. കേട് വട, പൂരി പൊട്ടിട്ടോ. ഇവിടെ കേട് വട നല്ലതാണ്. പിന്നെ സ്വീറ്റ്സ് പറഞ്ഞാൽ ബാസുന്തി ഉണ്ട്, രസ്മലായി, ഗുലാബ് ജാമുൻ, രസഗുള. ഞാനൊരു രസ്മലായും കൂടെ പറയാൻ പോകും. മിനി ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സ്പെഷ്യൽ കോംബോ ഉണ്ട്. ഈവനിങ് കോംബോ വേറെ ഉണ്ട്. കോസ്റ്റ്ലി ഒന്നും അല്ല കേട്ടോ. ആന്ധ്രയുടെ കാരാ ദോശ, പലതരം ദോശയുണ്ട്. പൊടി ദോശ, ഗീ പേപ്പർ റോസ്റ്റ്, ഓണിയൻ റവ ദോശ, മൈസൂർ മസാല ദോശ, എല്ലാ പരിപാടികളും ഉണ്ട് ഇവിടെ. ഈവനിങ് സ്പെഷ്യൽ വേറെ. ഇടിയപ്പം കുറുമ, സെറ്റ് ദോശ, വടക്കറി, ചോളാപൂരി, പനീർ മസാല ദോശ, അപ്പം, കുഴിപ്പണിയാറ് എല്ലാ ദിവസവും 3 മണിക്ക് ശേഷം വന്നാൽ കിട്ടും. ഇവിടുത്തെ ഏറ്റവും ഫേമസ് എന്ന് പറയുന്നത് ഈ സാമ്പാർ ഇഡ്ഡലിയാണ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി കാര്യങ്ങൾ. അത് അത്രയും ഫേമസ് സാമ്പാർ. ഞാനൊരു സാമ്പാർ പേഴ്സൺ അല്ലാന്ന് എല്ലാവർക്കും അറിയാലോ. പക്ഷെ ഞാൻ ചോറിൻ്റെ കൂടെ ഒന്നും സാമ്പാർ കഴിക്കാറില്ല. പക്ഷെ ഇതുപോലെ സ്പെഷ്യലായിട്ട് ഇഡ്ഡലിയുടെ കൂടെ ഒക്കെ തന്നാൽ സാമ്പാർ ഇഡ്ഡലി എന്നൊക്കെ പറഞ്ഞാൽ കഴിക്കാം. അത് ഇങ്ങനെയൊക്കെയല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ ചെന്നിട്ട് സാമ്പാർ കൈകൊണ്ട് പോലും തൊടേണ്ട ആവശ്യമില്ല. ദിസ് ഇസ് ദ ബെസ്റ്റ് പരിപാടി. മീരയ്ക്ക് ഒരു ഇഡ്ഡലി മതി എന്ന് പറഞ്ഞു. അപ്പോൾ സാമ്പാർ സെപ്പറേറ്റാണ് വരുന്നേ? സെപ്പറേറ്റ് തന്നെ. ഇതിൽ ഓക്കെ ഇതിൽ ഒഴിച്ചു തരും. ഓക്കെ ഒരു ചരുവ സാമ്പാറും ഉണ്ട് ഒഴിക്കാൻ. കണ്ടല്ലോ,
ഇതാണ് ഇങ്ങനെയാണ് ഒഴിക്കുന്നത് ഇവരുടെ സാമ്പാറിൻ്റെ ഒരു സ്റ്റൈൽ. വെച്ചോളൂ. ദിസ് ഇസ് ദ ഫേമസ് രത്ന കഫേ സാമ്പാർ. എൻ്റെ സാമ്പാർ ഇത് കണ്ട മുങ്ങി കിടക്കണം. മതി ഇത്രയും മുങ്ങും. ഓക്കെ, ഇത് തന്നെ അല്ലേ. ഇനി ഇത് തീരുന്നതിനനുസരിച്ച് വേണമെങ്കിൽ ഫില്ല് ചെയ്ത് തരും. നമ്മളിങ്ങനെ ഈ എന്താ പറയുക സാമ്പാർ വട ഒക്കെ കഴിക്കുന്ന പോലെ. എങ്ങനെയുണ്ട് മീരയുടെ ഒപ്പീനിയൻ കേൾക്കട്ടെ. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? സംതിങ് ഡിഫറെൻ്റ് ആണോ? സാധാരണ കഴിക്കുന്നതിനെക്കാട്ടിലും വ്യത്യാസമുണ്ടോ? ഇതിങ്ങനെ സാമ്പാറിൽ പുളിപ്പിച്ച ഇഡ്ഡലിയാണ് കഴിക്കുന്നത്. വാവ്, കാണുമ്പോൾ തന്നെ അറിയാലേ. ഓ മൈ ഗോഡ്, സോ നൈസ്. കഴിക്കാം. ദിസ് ഇസ് ടു ഗുഡ്. സാമ്പാർ എനിക്ക് ഇഷ്ടമല്ല, പക്ഷേ ഇത് നമ്മുടെ ഉടുപ്പി സാമ്പാറിൻ്റെ ഒരു ചെറിയൊരു മധുരമുണ്ട്, പക്ഷേ ഗംഭീരം. അത് ഈ ഇഡലി അതിൽ മുങ്ങി കിടക്കില്ല, അപ്പോൾ വായിലിടുമ്പോൾ തന്നെ അലിഞ്ഞു പോകും. ഇത് കഴിക്കാൻ വന്നില്ലായിരുന്നെങ്കിൽ ഒരു ഭയങ്കര മിസ്സായി പോയത്. ഇത് സജസ്റ്റ് ചെയ്ത ആൾ മീരയാണ്. എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഒന്ന് റിസർച്ച് ഒന്നും ചെയ്യാതെയാണ് വന്നിരിക്കുന്നത് ഇങ്ങോട്ട്. ജസ്റ്റ് ഒരു എന്താ പറയുക, ചുമ്മാ നമ്മളൊരു വിസിറ്റിന് വന്നതല്ലേ. കൂടുതൽ വ്ളോഗിനൊന്നും പ്ലാനൊന്നും ഇല്ലായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ വ്ളോഗ് ആയിക്കൊണ്ടിരിക്കുന്നു. യെസ്, ഇറങ്ങുന്നു. നമ്മുടെ സാമ്പാർ ഇഡ്ഡലി എല്ലാം കഴിച്ച് റോഡ് ക്ലീൻ ചെയ്യാൻ ലേഡീസ് ഉണ്ട് കേട്ടോ. ഇവിടെ ഒരുപാട് യൂണിഫോം. ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ രംഗച്ചാരി ക്ലോത്ത് സെന്റർ അല്ല, സ്റ്റോർ. എനിക്ക് വേണ്ടി മീര ഫുൾ റിസർച്ചാണ്. ഇവിടെ എന്തൊക്കെ ഉണ്ട്, ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ. ഷോപ്പിംഗ് ഇഷ്ടമാണെന്ന് അറിയാം, ഭക്ഷണം ഇഷ്ടമാണെന്ന് അറിയാം. അത് കാര്യമായിട്ട് കൊണ്ടുവരുന്നുണ്ട്. ഉള്ളി തിങ്ങിയത് നമുക്ക് സമയം കുറവാണ്, അത്രേ ഉള്ളൂ. ഇപ്പം നമ്മൾ ഉച്ച കഴിഞ്ഞാണ് ഇപ്പോൾ കൂടുതലും പുടുമോളും അതിനെക്കുട്ടിയായിട്ട് ഇറങ്ങുന്നത്. രാവിലത്തെ സെഷൻ ഞങ്ങളിങ്ങനെ കറങ്ങി നടക്കും. ADMK ഓഫീസാണോ? ഓക്കേ. ഇതെല്ലാം ഏത് റേഞ്ചാ? 500 to 1000. ഇവിടെ എല്ലാം കോട്ടൺ സെക്ഷൻ. അടിപൊളി സാരീസ്. 900. ഉള്ളി 900. കൊള്ളാം കേട്ടോ. ഇതെല്ലാം എന്നാ കോട്ടൺ? ഇതെല്ലാം രംഗാച്ചാത്തി കോട്ടണോ? അവരുടെ തന്നെ ബ്രാൻഡാണ്. കേട്ടോ. ഇപ്പോൾ രംഗാച്ചാരി കോട്ടൺ. നൈസ് സാരീസ്. യെല്ലോ. ഇത് നമ്മുടെ ചുങ്കിടി ടൈപ്പ്. എന്ത് വില? 700. നല്ല അല്ലേ യെല്ലോ? കറക്റ്റ് കളറ്. $400 മുതൽ 1000 വരെയുള്ള സെക്ഷനാണ് ഈ കാണുന്നത്. എല്ലാം കോട്ടൺ അല്ലേ? ഇത് 700. നല്ല കളേഴ്സ്. എല്ലാം 700. ഇത് 800. എത്രയാണ് മീര? அப்படியே 900. 890. ഓക്കെ. ഒരു പാറ്റേൺ. നല്ല വീതി കഥകളി. അതന്നെ. എന്താ വില? ഗ്രീൻ ഗോൾഡ്. നൈസ്. ഇതാണ് ഒരെണ്ണം. ഇതല്ല എന്നാ വില? ഗോപുരം കണ്ടോ? ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ പാറ്റേൺ. ഇതെല്ലാം പ്യുവർ കോട്ടൺ അല്ലേ? ഇതെന്നാ വില? ഇത് 990. നൈസ്. ഇത് കോട്ടൺ സിൽക്കാ? സെമി സിൽക്ക്. ഓക്കെ. അപാര ഭംഗി സാരീസ്. അത് നോക്കും പിന്നെ മഞ്ഞ നല്ല ഭംഗി. ഗ്രീൻ ഇസ് ഗുഡ്. ഇതെല്ലാം ചെട്ടിനാട് കോട്ടൺ അല്ലേ? വില എത്ര? വളരെ കുറവ് കേട്ടോ. 650 ഉള്ളൂ. എൻ്റെ അമ്മേ, സോ നൈസ്.
അയ്യോ ഇതൊക്കെ എന്ത് ഭംഗി. ബ്ലാക്ക് എടുക്കുമ്പോൾ അത് നേവി ബ്ലൂ. സോ ബ്യൂട്ടിഫുൾ. 600 രൂപ, ഭയങ്കര ലാഭം. അൺബിലീവബിൾ കേട്ടോ ഇവിടുത്തെ പ്രൈസ്. അത് റെഡ്, ഇത് മജന്ത, എല്ലാം 600. ഭയങ്കര ഭംഗി. എല്ലാം അയ്യർ സാരീസാണ്. അയ്യങ്കാർ സാരീസ്, ഇങ്ങനത്തെ കുറേ സാരീസ്. ഇതെല്ലാം ചെട്ടനാട് കോട്ടൺ, കാരക്കുടി. ഇത് സിൽക്ക് കോട്ടൺ, സെമി സിൽക്ക് കോട്ടൺ. പ്യുവർ സിൽക്ക് കോട്ടൺ മേളിലിരിക്കും. അത് പോച്ചമ്പള്ളി ഡിസൈനോ? ഓക്കെ, ബോഡി പ്ലെയിൻ. ഒരെണ്ണം കാട്ടിപ്പോ. ഓക്കെ, ഗ്രേ ആൻഡ് എന്നാ വില ഇത്? 960. അതിൻ്റെ പല കളേഴ്സ്. ഇത് സെമി സിൽക്ക് കോട്ടൺ. ഈ സെക്ഷൻ മുഴുവൻ ഇതെല്ലാം സെമി സിൽക്ക് കോട്ടൺ. ഇത് പല്ലു, ബ്ലൗസ്. ഓ, എന്താ വില? 2150. പട്ട് സാരി തന്നെ അല്ലേ, സെമി സിൽക്ക് പോലെ. ഇതിലെല്ലാം അങ്ങനെ കുറേ കളക്ഷനുണ്ട്, കുറേ. മുന്താണി. ഓ, പല്ലു, ബോഡി ബ്ലാക്ക്. ഓ, സോ ബ്യൂട്ടിഫുൾ. ഇത് 1260 അല്ലേ? ബ്ലൗസ് ഇരിക്കേ? റണ്ണിങ്. അത് ഭയങ്കര ഭംഗി. എന്താണ് ഭംഗി ഇല്ലാത്തതെന്ന് ചോദിക്കും, എല്ലാം ഭംഗി. ഇതെല്ലാം ബോഡി കളർ സ്ക്രീൻ. ആ, ഇത് ഗ്രീൻ. മുന്താണിയിലാണ് പോച്ചമ്പള്ളിയുടെ. ബ്ലൗസ് ഉണ്ടോ? റണ്ണിങ് ബ്ലൗസ് തന്നെ. 960. എന്ത് കളറാണ് ഇത്? ബ്യൂട്ടിഫുൾ. ഇത് പ്ലെയിൻ. പല്ലു. ഓ, ഭയങ്കര കളർ. ബോഡീസ് പിങ്ക്. $1700. കോട്ടണിലെ പ്രിന്റും ചെറിയ സിൽക്ക് കോട്ടണിൽ. ഇതൊക്കെ എന്ത് റേഞ്ച്? ഓക്കെ, ഇത് കുറച്ചുകൂടെ കോസ്റ്റ്ലി ഏരിയയാണ്. സിൽക്ക് കോട്ടൺ. ആ, ഖാദി കോട്ടൺ. നല്ല ഭംഗിയുണ്ട്. 960. വെരി നൈസ്. ഇതൊരു കളറ്. അതിൻ്റെ വൈറ്റ് ഒരെണ്ണം, ഓഫ് വൈറ്റ് ആൻഡ് അത് കൊഞ്ചം മാറ്റി വെച്ചപ്പോൾ അതെല്ലാം പല സെക്ഷനാണ്. അതിൽ വേറെ കളർ കൂടി പാക്കട്ടുമോ? ഇതിൽ തന്നെ ഗ്രീനിൻ്റെ ബ്ലൂ ഉണ്ട്. ആ, ബ്ലൂ ഇருக்கு. ബ്ലൂ. ഓക്കെ, ബ്ലാക്ക്. ഓക്കെ, അത് കൊള്ളാമല്ലേ? പക്ഷെ ഗ്രീൻ സംതിങ് ഡിഫറെൻറ്റ്. ഡാർക്ക് ബ്ലൂ, നേവി ബ്ലൂ. ഓ, നൈസ്. ബട്ട് ഇതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു. ബ്ലാക്കും കൊള്ളാം. ലിനൻ സാരീസ് അതുകൊണ്ട് പല റേറ്റാണ് ഇവിടെ. നമ്മളതൊരെണ്ണം എടുത്തു. ഓരോ സെക്ഷനിൽ നിന്നും എടുത്തെടുത്ത് പോവുകയാണ്. വില ഉള്ളതുകൊണ്ട് ഇതൊക്കെ കോട്ടൺ. ഇതൊരു കോട്ട കോട്ടൺ. ഇത് ഖാദി അല്ല, ഇത് ഖാദി. ഇത് തന്നെ നമ്മളിപ്പോൾ എടുത്ത പോലത്തെ. പക്ഷേ 2000 സംതിങ്. ഓ, 4500. ഇതിപ്പോൾ എന്നാ വില? 2200. ഖാദി കോട്ടൺ 2200. ഓക്കെ, അതിൻ്റെ ടൈപ്പിൽ കുറച്ച് 960 ആണ് നമ്മളിപ്പോൾ എടുത്തത്. ഇത് പ്രിൻ്റഡ് ജോർജറ്റാ. ഇതെന്നാ വില? 780. അത് കുഴപ്പമില്ല. ജോർജറ്റ് സാരീസ് നൈസ്. പട്ട് പോലെ ഇരിക്കാം ജോർജറ്റ്.
എന്ത് വില? കുട്ടികളുടെ പട്ടുപാവാട. ഇത് 4 ഇയേഴ്സാ? 4. കൊള്ളാല്ലേ? ലയക്ക് വാങ്ങാനായിട്ട് പറ്റിയ വേറെ കൂടി കുറച്ച് കാട്ടിട്ട് പാറ്റേൺസ് ലയ മോൾക്ക് വേണ്ടി നോക്കാം. നമ്മുടെ സാരീസ് എല്ലാം പാക്ക് ചെയ്തു. ഓക്കെ, ഇപ്പം കൂടി എടുത്തിട്ട് പോവാം. ഓക്കെ, അങ്ങനെ രംഗാശ്ശേരിയിൽ നിന്ന് കുറേ പർച്ചേസും ചെയ്ത് ഇറങ്ങുന്നു വെളിയിലോട്ട്. ഇവിടുത്തെ വേറൊരു കാര്യം എന്തായിരുന്നു, ചിട്ടി. ഇവിടെ ഒരു ചിട്ടി ഉണ്ട് കേട്ടോ, ടെക്സ്റ്റൈൽ ചിട്ടിയോ. അതായത് 500 മാക്സിമം. അപ്പോൾ ഞാൻ 2 ചിട്ടിക്ക് ചേർന്നു. 500 രൂപ മാസം തോറും 12 മാസം. അതിനിടയ്ക്ക് എല്ലാ മാസവും ലക്കി ഡ്രോ ഉണ്ട്. ലക്കി ഡ്രോയിൽ വീണാൽ പിന്നെ ഉള്ള മാസം ഒന്നും കൊടുക്കണ്ട. നമുക്ക് 6 മാസത്തെ വാലിഡിറ്റി ഉണ്ട്. അപ്പോൾ 12,000 രൂപയ്ക്ക് വന്ന് പർച്ചേസ് ചെയ്യാം. എന്ത് നല്ലതല്ലേ മീരേ? വെൽക്കം ഗിഫ്റ്റായിട്ട് നമുക്കൊരു പാത്രവും കിട്ടി. ഒരു അടിപൊളി ക്ലോത്ത് സ്റ്റോറാണ്, പറയാതിരിക്കാൻ വയ്യ. എല്ലാ റേഞ്ചിലും ഉണ്ട്. സിൽക്ക്, പ്യോർ സിൽക്കിന് തന്നെ 15,000 ആ റേഞ്ചൊക്കെ ഉള്ളതുണ്ട്. അല്ലാത്ത മിക്സ്ഡ് ഉണ്ട്. എന്താണ് കോട്ടൺ സിൽക്ക്, പല റേഞ്ചിലുണ്ട്. കുറേ മേടിച്ചു. പക്ഷെ അങ്ങനെ ഒരുപാട് രൂപ, ഇത്രയും 9 സാരി മേടിച്ചു. പക്ഷേ നമ്മുടെ ബഡ്ജറ്റ് കുഴപ്പമില്ലായിരുന്നു. പോക്കറ്റ് കാലിയാവാതെ മേടിക്കാൻ പറ്റും. ചിട്ടിക്കും ചേർന്നു. അടുത്ത 1 വർഷത്തിനകത്ത്, 1.5 വർഷത്തിനുള്ളിൽ വന്നാൽ 12,000 രൂപയ്ക്ക് മേടിക്കാം. ഭാഗ്യമുണ്ടെങ്കിൽ ലക്കി ഡ്രോയിൽ വീട് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ പൈസ കൊടുക്കാതെ എത്ര രൂപയുടെ പർച്ചേസ് ചെയ്യാം. ഭാഗ്യമുണ്ടോ മീരെ? ഇനി ഞങ്ങൾ കുറച്ച് ദൂരം പോയിട്ട്, ഏതാണ് സ്ഥലം മീരെ ഇനി പോകാൻ പോണേ? കപാലീശ്വര ടെമ്പിളിൻ്റെ അടുത്തോട്ട് പോകുന്നു. അവിടെ ചെന്നിട്ട് റോസ് മിൽക്ക് വളരെ ഫേമസ്. അവിടെ ഒരു കടയിൽ, പഴയ കട. ഇത് ഇപ്പം നമ്മൾ വന്ന ഈ ഒരു രംഗാചാരി സിൽക്ക് കട എന്ന് പറഞ്ഞാൽ 80 വർഷം പഴക്കമുള്ള കടയാണ്. 80 ഇയേഴ്സ്. അതുപോലെ പഴയ കടകൾ തപ്പി നടക്കുകയാണ്. ഇനി റോസ് മിൽക്ക് കടയിലേക്ക് പോകും. ഉണ്ടായാൽ മതിയായിരുന്നു അല്ലേ, മഴ പെയ്യാതിരുതാൻ. റോസ് മിൽക്ക് കഴിക്കാനായിട്ട് കുടിക്കാം ഒരു കൊച്ചു കട, ഇവിടുത്തെ ഫേമസ് കട തപ്പി ഇറങ്ങി എത്തിയിരിക്കുന്നു. ക്ഷേത്ര പരിസരം തന്നെയാണ്. സോ ഇറ്റ്സ് വെരി ഓൾഡ് ഷോപ്പ്. ഇതാണ് കട, ചെറുത് ചിന്ന കട. ഫേമസ്. ഓ ഓക്കെ, എന്നാ വില? 20 rupees. സിറപ്പ് ഓൾസോ, യെസ്. ഇത് നിങ്ങളുടെ തന്നെ സിറപ്പാ? അല്ല, നിങ്ങളുടെ കമ്പനിയാ? ഓ, കലാത്തി റോസ് സിറപ്പ് ഇതെല്ലാം തന്നെ ഉണ്ടാക്കുന്നേ. ഓക്കെ, അപ്പോൾ 5 കുപ്പി മേടിച്ചു. അനിക്കുട്ടിക്കും കൂടി ചേർത്ത്. ഇതെല്ലാം പല പല. ഇത് വൈറ്റ് റോസ് സിറപ്പുണ്ട്, അതൊരു ചെറിയ പനിനീറിൻ്റെ കൂടെ ടേസ്റ്റ് കിട്ടും. പിന്നെ എന്താ ബദാമാ? ബദാം സിറപ്പുണ്ട്, പിസ്ത സിറപ്പ്. ഇത്രയും എല്ലാം നിങ്ങളുടെ തന്നെ അല്ലേ? ഇവരുടെ കമ്പനി തന്നെ എല്ലാം. അപ്പോൾ എല്ലാം മേടിക്കാം. 120 ആണ് ഒരു ബോട്ടിലിൻ്റെ വില. ഓക്കെ, അടിപൊളി കേട്ടോ, ഭയങ്കര വെരി നൈസ്. 1927 ഓൺവേർഡ്സ് ഉള്ള കടയാണ്. അപ്പോൾ അപ്പാവിടെ സമയം താത്ത. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഉള്ള ആളുടെ മോനാണ് ട്രാൻസ്ഫർ. 97 ഇയേഴ്സ്. 1 വർഷം അല്ല 100 വർഷം ആവാതായിരുന്നു. അടിപൊളി. ക്ഷേത്രത്തിൻ്റെ അടുത്താണ്. ഈ കടയുടെ പേര് കാലത്തി. കാലത്തി. ഇത് ക്ഷേത്രം കാലത്തി. കാലത്തി പറഞ്ഞാൽ ആണ്ടവരുടെ പേര്. ഓ, കാലത്തി എന്ന് പറഞ്ഞാൽ ആണ്ടവരുടെ പേരാണ്. കാലത്തെ ആണ്ടവർ തുണി എന്നാണ് പറയുന്നത് ഈ കടയുടെ പേര്. 97 ഇയേഴ്സ് ഓൾഡ് ഷോപ്പ്. ഈ ടെമ്പിൾ കാപാലേശ്വർ ടെമ്പിളിന്റെ തൊട്ടടുത്ത്. ചിത്രക്കുളം. അതായത് ഇത് കുളമുണ്ട് ഇവിടെ, ചിത്രക്കുളം. ഓക്കെ, അതിന് അടുത്ത് ഒരു ലൊക്കേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനിയൊരു
കടയുണ്ട്, നമ്മൾ അത് നോക്കുകയാണ്. 3 മണി കഴിഞ്ഞാലേ തുറക്കുള്ളൂ. രാവിലെ സ്റ്റാർട്ട് ചെയ്തിട്ട് 12 മണിക്ക് ക്ലോസ് ചെയ്യും. പിന്നെ വൈകുന്നേരം 3 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് രാത്രി വരെ കാണും. സ്നാക്സ് ആണ്. ജനൽ കടയാണ്. ജനൽ കടയെന്ന് പറയുമ്പോൾ ജനൽ വഴിയാണ് ക്രയവിക്രയം. നമ്മൾ വാങ്ങിക്കുന്ന സാധനം ജനലിൽ കൂടെ വാങ്ങുന്ന ജനലിൽ കൂടെ പൈസ കൊടുക്കാം. അപ്പം റോഡിൽ നിന്ന് കഴിക്കാം, അങ്ങനെ അല്ലെങ്കിൽ കൊണ്ടുപോകാം, കാറിലിരുന്ന് കഴിക്കാം. അത് തുറക്കാൻ വേണ്ടി കിടന്ന കറങ്ങാണ്. 3 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇനി വീണ്ടും ഉച്ചയ്ക്ക് 12 മണിക്ക് ക്ലോസ് ചെയ്തു. അമ്പലത്തിന്റെ ഗോപുരം ക്ഷേത്രത്തിന്റെ അതിന്റെ തൊട്ടടുത്താണ് ഒരു ബ്ലൂ കളർ അല്ലേ, ആ ബ്ലൂ ജനൽ, അത് തന്നെ ജനൽ കട. അങ്ങോട്ട് പോവാം. തുറന്നിട്ടില്ല എന്ന് തോന്നുന്നു. 10 മിനിറ്റ് കൂടി ഉണ്ട് വെയിറ്റ് ചെയ്യാം. ഈ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. 3 മണിക്കല്ല അത് ഓപ്പൺ ആവണം, ഇനി 5 മണിക്കേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ജനൽ കട തുറന്നിട്ടില്ല. ടിഫിൻ എല്ലാ ടൈപ്പ് സാധനവും കിട്ടും. ടിഫിൻ ഐറ്റംസ് എല്ലാം കിട്ടുന്ന പറഞ്ഞാൽ, പിന്നെ സ്നാക്ക് മാത്രമല്ല. പക്ഷേ 5 o'clock, അപ്പോൾ നമുക്ക് സമയമില്ല. അത് കാരണം അവിടെ വിട്ടു. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഇനി വേറൊരു കുറച്ചൊരു നല്ലൊരു മെസ്സുണ്ട്. മെസ്സ് അതിന് പറയുന്നത് എന്താ മീര പറഞ്ഞാൽ, അത് കുറച്ചൊരു കർപ്പകാമ്പാൾ മെസ്. അവിടെ ഒന്ന് നോക്കുക. കർപ്പകാമ്പാൾ മെസ് 1953 ഓൺവേർഡ്സ്. പഴയതല്ലേ, പഴക്കം ചെന്ന മെസ്സ്, ഭയങ്കര ഫേമസ്. അപ്പോൾ അവിടെ പോയി ഭക്ഷണം കഴിക്കും. മൈലാപ്പൂറാണ് ഇതും സ്ഥലം. ഇതാണ് എൻട്രൻസ് കയറുമ്പോൾ. 1953 ഓൺവേർഡ്സ് ഷോപ്പ്. നമ്മളിപ്പോൾ AC അകത്തോട്ട് കയറി. രണ്ടുണ്ട്, വെളിയിൽ AC, നോൺ AC ആൻഡ് ഹിയർ ഫുൾ ദേവിയുടെ എല്ലാം ദേവിയാണ് അല്ലേ. ഇവിടെ പലതരം സാധനം കിട്ടും. ഫുൾ ഒരു ക്ഷേത്രത്തിൽ കയറുന്ന പോലെയാണ് കർപ്പകാമ്പാൾ ഈ മെസ്സിനകത്തേക്ക് വരുമ്പോൾ. ആ ഒരു ഫീലാണ് കേട്ടോ. ഫുള്ള് 53 ഓൺവേർഡ്സ്. കാരണം ഒരു ഭയങ്കര ഭക്തിയോട് കൂടിയാണ് അവരിത് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഭയങ്കര റിലീജിയസ് പ്ലേസ് അല്ലേ. ഇലയിലാണ് ഭക്ഷണം തരുന്നത്. വലിയ തിരക്കായി. എനിക്കൊണ്ട് ഉച്ചകളുടെ തിരക്കൊന്ന് കുറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞു. നമ്മൾ ഇച്ചിരി ലേറ്റാണ്. പിന്നെ ഇവിടുത്തെ ഇപ്പം നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് ഇവിടെ വത്തക്കുളമ്പ് സാദം, സാമ്പാർ സാദം, തൈര് സാദം എല്ലാം ഉണ്ട്. അപ്പോൾ തൈര് സാദം പറഞ്ഞു, സാമ്പാർ സാദം പറഞ്ഞു, വത്തക്കുളമ്പ്, അത് കുറേ പച്ചക്കറി എല്ലാം കൂടി ഇട്ടിട്ടുള്ളതെന്ന് പറഞ്ഞു. അത് വരുമ്പോൾ അറിയാം. ഇതെല്ലാം 3 ടൈപ്പാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ബോളി കണ്ടു ഞാൻ. ബോളി സ്വീറ്റ്സ് അല്ല, ഹൽവ, പിന്നെ ഈ മുളകാപ്പൊടിയൊക്കെ അതൊക്കെ പാക്കറ്റിൽ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് സാമ്പാർ സാദം, ഇത് വത്തക്കുളമ്പ് സാദം. ഇതിന് ബോളി ഉണ്ട് അല്ലേ ഇവിടെ. ഒരു ബോളി. ഓക്കെ, ബോളിയുടെ കൂടെ വേറെ എന്തെങ്കിലും തരുമോ? നെയ് ബോളി. ഓക്കെ, നെയ്യും കൂടെ തരും. ഓ, എല്ലാം ഡിഫറെൻ്റ് ആണല്ലോ. ഇത് നോക്കും ഇതേ. ഇനി ഒരു തൈര് സാദം നമ്മൾ പറഞ്ഞല്ലോ അല്ലേ. ഇത് വത്തക്കുളമ്പ് സാദം. നല്ല മണം. അറച്ച് കൊച്ചുള്ളിയൊക്കെ ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് സാമ്പാർ സാദം. ഇന്ന് മുഴുവൻ സാമ്പാറിൻ്റെ ഇഡലിയാണ്. രാവിലെ സാമ്പാർ ഇഡലിയായിരുന്നു. ഇതിപ്പോൾ സാമ്പാർ സാദം. ഇതിലിനി നെയ്യ് ഒഴിക്കുമോ? നല്ലതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ കറികളും കിട്ടും. ഓക്കെ, ഇത് പൊരിയായി. നിറച്ച് കൊച്ചുള്ളി ഉണ്ട് കേട്ടോ. ഇത് സാമ്പാർ സാദം. നല്ല ടേസ്റ്റ് ചെയ്യണം. നമ്മുടെ അമരക്ക പോലെ ഇരിക്കുന്നത്. ഇവിടെ അതിന് വേറെ പേരാണ് ഈ സ്ഥലത്ത്. ഈ വത്തക്കുളമ്പിൽ നല്ലെണ്ണ പോട്ടിട്ടുണ്ട്. സാമ്പാർ സാദത്തിൽ നെയ്യ്. അടിപൊളി സാമ്പാർ സാദം. അയ്യോ, വത്തക്കുളമ്പ് നല്ല രസമുണ്ട്. പുളിയൊക്കെ ഉണ്ട്. എല്ലാം ഇങ്ങനെ വായിലിട്ട് അലിഞ്ഞു പോകും. നമുക്ക് ചവയ്ക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ കൂടെ എന്തിനാണ് ഈ ഒരു സൈഡ് ഡിഷ് എന്ന് എനിക്ക് മനസ്സിലായില്ല. ഈ പൊരിയലിൻ്റെ ആവശ്യം പോലും ഇല്ല ആക്ച്വലി. നല്ല പൊരി, ബെസ്റ്റ് പൊരി. കൊച്ചുള്ളി എല്ലാം ഇഷ്ടംപോലെ. ഓ, അപ്പളം എല്ലാം എത്തുന്നതിന് മുമ്പേ ഞാൻ ഇവിടെ കഴിക്കൽ തുടങ്ങി. ഭയങ്കര ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇത്. ഇതാണ് ഇവരുടെ ഗീ ബോളി.
ഫുൾ എന്നിപ്പോൾ രണ്ടാക്കി നമ്മൾ രണ്ടുപേരും കൂടെ ഒരു അത്ര വലുത്. പക്ഷേ അത് അകത്ത് നോക്കിയേ, അകത്ത് ഫുൾ സ്റ്റഫിങ് വ്യത്യാസമുണ്ട്. അതിൻ്റെ മുകളിൽ കുറേ ഗീ ഒക്കെ ഇട്ടിട്ട് സിസ്റ്റർ ഗീ പോയി. ഇത് ശർക്കര ചേർത്ത ഫില്ലിംഗ് ആണ് കേട്ടോ, പഞ്ചസാര അല്ല. വ്യത്യാസമുണ്ട്. കോക്കനട്ട് പൂളി അല്ലേ? ഓ, തേങ്ങ ഫില്ലിംഗ് ആണ്. തേങ്ങ കോക്കനട്ട് പൂളി. ഇവിടെ കുറേ പിക്കിൾസ് ഒക്കെ അവർ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. നാരത്തുങ്ക, കട്ട്മാംഗോ, ഗുങ്കുറ ആന്ധ്രാക്കാരുടെയാണ്. പിന്നെ ഈ മുളകാപ്പൊടി, പലതരം ഇഡലി പൊടികൾ, റൈസിൽ ചോറിലിട്ട് കഴിക്കുന്ന പൊടികൾ, നെയ്യുടെ കൂടെ കഴിക്കുന്ന ശരിക്കൊരു ടെമ്പിളിൽ കയറുന്ന പോലെയുണ്ട്. അത് അങ്ങനെയാണ് എൻ്റെ ഒരു രീതി. പാർസൽ മീരടായി പാർസൽ ചെയ്യുന്നത്. അനിക്കുട്ടിക്കല്ല ഉള്ള പാർസൽ. മൂള് തൈര് സാധം കഴിക്കും. അപ്പോൾ കുടുവിനുള്ള തൈര് സാധം വാങ്ങിച്ചിട്ടുണ്ട്. ഇനി കാറിന് വീതി, കാർ അവിടെ പാർക്ക് ചെയ്തിരിക്കുന്നു. ഓക്കെ, നല്ല ഭക്ഷണമായിരുന്നു. നല്ല ഭക്ഷണമായിരുന്നു. വെറൈറ്റി, ഇതൊക്കെയാണല്ലോ നമുക്കിഷ്ടം, വെറൈറ്റീസ്. ആ റെസ്റ്റോറൻറ്റിൻ്റെ ആ ഷോപ്പിൻ്റെ തൊട്ട് ഇവിടെയാണ് ശ്രീ കാപാലേശ്വർ ടെമ്പിൾ. ഇപ്പോൾ നട അടച്ചിരിക്കുന്ന സമയമാണ്. ഇതാണ് ശ്രീ കാപാലേശ്വർ ടെമ്പിൾ. വളരെ ഫേമസ് ആണ് ശിവ ടെമ്പിൾ. ഈ ശിവഭഗവാന്റെ അത് കാപാലേശ്വർ ശിവഭഗവാൻ, പിന്നെ പാർവതി ദേവിയാണ് കർപ്പക അമ്പാൾ. അപ്പോൾ കർപ്പക അമ്പാളുടെ പേരിലാണ് ഈ ഒരു നമ്മളിപ്പോൾ പോയ റെസ്റ്റോറൻറ്റ്. അതുപോലെ ആ ഒരു പേരിൽ അവരുടെ എന്താ പറയുക, പാർവതി ദേവിയുടെ ബ്ലെസ്സിങ് ആണ് അവർ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഈ വിശേഷമൊക്കെ. അപ്പോൾ ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകും. നമ്മൾ കുറച്ചൊക്കെ ഒരു 12 മണി തൊട്ട് റോഡിലാണ്. ഇനി തിരിച്ച് പോയില്ല. അടിപൊളി ഫുഡെല്ലാം കഴിച്ചു കർപ്പകാമ്പാൾ മെസ്സിൽ നിന്ന്. നല്ല ഭക്ഷണമായിരുന്നു കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. നിങ്ങളെ ഇന്ന് കണ്ടതേ ഇല്ല. കുടുംബോളെ അനിക്കുട്ടി. നമ്മൾ രാത്രി ഷോപ്പിംഗ് ഔട്ടിങ് ഞങ്ങൾ എവിടെ കൂടെ തീരുമാനിച്ചില്ല. നമ്മളെന്തായാലും പോണ്ടി ബസാർ, ടി നഗർ പ്രദേശത്ത് തന്നെ ഉണ്ടാവും. തിരക്ക് പിടിച്ച ടി നഗർ പോണ്ടി ബസാർ ഏരിയയിൽ. ഇത് പോണ്ടി ബസാർ ഏരിയ തന്നെയല്ലേ? യെസ്, ഫുൾ ഫ്ലവർ മാർക്കറ്റ്. മല്ലിക, എന്ത് മണം. ഇതൊരു അകത്തേക്കുള്ളൊരു മോളൊന്നും അല്ല, ഒരു സാധാരണ ലോക്കൽ ഷോപ്പിംഗ് പ്ലേസ്. ഇതൊക്കെ തലമുടിയിൽ വെക്കുന്ന ഡെക്കറേഷൻസ് ആണ് അല്ലേ? ബൈ റോഡ്സ് പോലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ വളരെ നോക്കും. പൂജാ സാധനങ്ങൾ കൂടുതൽ നോക്കാനോ. താമര എല്ലാം, ഹാരം, ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ്. ഇത് പ്ലാസ്റ്റിക് ആണല്ലേ? അത് ഭയങ്കര ഐശ്വര്യമാണ് വീട്ടിലിങ്ങനെ. ഇത് സ്റ്റിക്കറാണ് കേട്ടോ, ഒട്ടിച്ച് വെച്ചത്. ഞാനും അതിനകത്ത് തകർത്ത് പൊളിച്ച ഷോപ്പിംഗ്. പൂക്കളൊക്കെ വാങ്ങിക്കുക, മറ്റേ ആർട്ടിഫിഷ്യൽ. വൺസ് മോർ വാങ്ങിക്കാം.
എക്സ്പ്രഷൻ. പോണ്ടി ബസാർ നൈറ്റ് ഈവനിങ് നടത്തുകയാണ്. അടയാർ അനന്തഭവൻ ഇന്നിപ്പോൾ നമ്മൾ ഗീത കഫേയിലേക്കാണ് പോകുന്നത്. കുറച്ചുകൂടി നടക്കണം. ഗീത കഫേ നടന്നെത്തി ഗീത കഫേ. അനിക്കുട്ടി പി ഊതിക്കൊണ്ട് യെസ് ഗീത കഫേയുടെ അകത്ത് AC മേലെ കയറിക്കൊണ്ടിരിക്കുന്നു. years old. 1954. 70 വർഷം. Celebrating 70 years. ഗീത കഫേ. ഇവിടെ ഏത് ഫേമസ് എന്നാ സ്പെഷ്യൽ? വാഴയില. So neat and clean. Sweet paneer. Yes. Hello. Good ഇഷ്ടം. ഇടിയപ്പം വിത്ത് തേങ്ങാപ്പാൽ വിത്ത് കുറുമയുണ്ട്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ദോശ. ഗാർലിക് പൊടി ദോശ, പൂണ്ട് പൊടി ദോശ. ഇത് നോക്കൂ, നിറച്ച് വെളുത്തുള്ളി ഇങ്ങനെ ചോപ്പ് ചെയ്തിട്ടിരിക്കണു. വാവ്, ഇത് ഭയങ്കര സംഭവമാണല്ലോ. നിറച്ച് ഗാർലിക്. ഇത് കാഷ്യൂനട്ട് കിടക്കുന്ന പോലെ ഇരിക്കുന്നു, അത്രയും ഗാർലിക്, വെളുത്തുള്ളി. ഗീത കഫേയിൽ നിന്നും നേരെ വീട്ടിലേക്കാണ് പോയത്. കാര്യം അജി ഞങ്ങൾക്കായിട്ട് അവിടെ വെയിറ്റിംഗ് ആയിരുന്നു. കാരണം മെഡ്രാസ് ജിങ്കാന ക്ലബ്ബിൽ ഒരു ഗ്രാൻഡായിട്ടൊരു ഡിന്നർ അജി ഞങ്ങൾക്കായിട്ട് അറേഞ്ച് ചെയ്തിരുന്നു. അങ്ങനെ വീട്ടിൽ നിന്നും അജിയോടൊപ്പം ഞങ്ങൾ നേരെ സ്ട്രെയിറ്റ് ടു മെഡ്രാസ് ജിങ്കാന ക്ലബ്ബ്. ഒരുപാട് ചരിത്രവും പെരുമയും ഒക്കെ അവകാശപ്പെടാനുള്ളതാണ് ദ വെരി ഓൾഡ് ഹെറിറ്റേജ് മെഡ്രാസ് ജിംഖാന ക്ലബ്ബ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത് കേട്ടോ. ഒരുപാട് കേട്ടിട്ടുണ്ട് ഈ ഒരു ക്ലബിനെ കുറിച്ച്, ധാരാളം കേട്ടിട്ടുണ്ട്. അങ്ങനെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് അത്. എന്തായാലും ഞാൻ ലുക്ക് ഫോർവേഡ് ചെയ്യായിരുന്നു. പോകണം എന്ന് ആഗ്രഹിച്ചൊരു സ്ഥലമാണ്. അങ്ങോട്ടേക്കാണ് ഞങ്ങളുടെ യാത്ര. ദിസ് ഈസ് ദ മെഡ്രാസ് ജിംഖാന ക്ലബ്ബ്, എസ്റ്റാബ്ലിഷ്ഡ് 1884. ഇതിനകത്തേക്ക് പോകുന്നു. നമ്മുടെ ഡിന്നർ ഇന്നിവിടെയാണ്. മോള് ഊഞ്ഞാല, ഷീസ് എൻജോയിങ്. ഇതിപ്പോൾ നമ്മൾ ജിംഖാന ക്ലബ്, മെഡ്രാസ് ജിംഖാന ക്ലബിലാണ്, ലോണിലിരിക്കുകയാണ്. യെസ്, ഇവിടെ ഇതിപ്പോൾ ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ അജി ഞങ്ങളുമായിട്ട് വന്നതാണ്. അജി മീരി ഞങ്ങൾക്കിവിടെ ഡിന്നർ അറേഞ്ച് ചെയ്തിരിക്കുന്നു ജിംഖാന ക്ലബിൽ. ഇതൊരു വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ളൊരു ക്ലബ്ബാണ് മെഡ്രാസ് ജിംഖാന ക്ലബ്. ഇയേഴ്സ് ബാക്ക്, വർഷങ്ങളുടെ പാരമ്പര്യം. ആണോ? ചെറിയ ഊഞ്ഞാൽ. പിന്നെ അവിടെ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. അകത്തിരുന്ന് കഴിക്കുന്നില്ല, പുറത്തിരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നല്ല കാറ്റ്, രക്ഷയില്ലാത്ത കാറ്റ്. ഇറ്റ്സ് സോ നൈസ്, ഒരു ഫ്രഷ് എയർ. കൊടുക്കുട്ടി സന്തോഷമായി, ഇപ്പോൾ സന്തോഷമായി. അജി ഈസ് ദേർ. ഫുഡൊക്കെ ഓർഡർ ചെയ്തു, ഇനി വരാനായിട്ട് വെയിറ്റിംഗ്. സോ നൈസ് ആൻഡ് പീസ്ഫുൾ. പ്രോൺസ്, ഫിഷ് ഫിംഗർ, പീനട്ട്, ബോയിൽ പീനട്ട്സ്. ഇനി ജ്യൂസ് പറഞ്ഞിട്ടുണ്ട്. ഓ, ഞാൻ ലൈം സോഡയും പിന്നെന്തൊക്കെയാണ് പറഞ്ഞത്, വാട്ടർമെലൺ പറഞ്ഞു. യെസ്, മട്ടൺ ലിവറും എത്തി കഴിഞ്ഞു. കണ്ടിട്ട് കൊള്ളാം. യെസ്, ഇത് പ്രോൺസ്, ചില്ലി പ്രോൺസ്. ഇതെന്ത് പ്രോൺസ്? പ്രോൺ മഞ്ചൂരിയൻ. ഇതെല്ലാം കുറേ സ്റ്റാർട്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ, ഒരുപാട്. ഇനിയിപ്പോൾ മെയിൻ വേണ്ടി വരില്ല.
ഇവിടെ മീര ഇവിടെ നിന്ന് ഇറങ്ങണം. ഓ മൈ ഗോഡ്. ഇവിടെ ചെറിയ കുട്ടികൾക്ക് പറ്റുന്നതാണ് തോന്നുന്നു ഈ ഭാഗത്ത്. കുറച്ച് റിനോവേഷൻ വർക്ക് ഇൻ പ്രോഗ്രസ്. ലൈറ്റ്സ് ഭയങ്കര ഭംഗി. പിയാനോ ഇസ് പിയാനോ. ബോൾ റൂം. യെസ്, പണ്ട് രാജാക്കന്മാരുടെ കാലത്തും ബ്രിട്ടീഷുകാരുടെ കാലത്തും ഒക്കെ ജസ്റ്റ് ദ ബോൾ റൂം. സമയം 10 മണിയാകുമ്പോൾ ഇതാണ്. യെസ്, മദ്രാസ് ജിംഖാന ക്ലബ് എസ്റ്റാബ്ലിഷ്ഡ് 1884 ആണ് കേട്ടോ. ഇതാണ് എൻ്റെ ഒരു ഹിസ്റ്ററി. 1884 ക്യാപ്റ്റൻ GS ബാരിസ്റ്റർ, ഓണററി സെക്രട്ടറീസ്. കുറേ ഫോറിനേഴ്സ് ആയിരുന്നു ആ കാലഘട്ടത്തിലെല്ലാം ഇംഗ്ലീഷുകാരായിരുന്നു, ഇൻഡിപെൻഡൻസ് വരെ. ദിസ് ബിൽഡിംഗ് വാസ് പ്രസൻറ്റഡ് ടു ദി മദ്രാസ് ജിംഖാന ബൈ ദ രാജ ഓഫ് വെങ്കടഗിരി 19th March 1886 ആണ്. ആ രാജാവിൻ്റെ പടവും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, മഹാരാജ ശ്രീ വേലുഗോട്ടി ശ്രീ രാജഗോപാലകൃഷ്ണ, അദ്ദേഹത്തിൻ്റെ പിക്ചർ. അദ്ദേഹമാണ് ഈ ബിൽഡിംഗ് ഡൊണേറ്റ് ചെയ്തത്. അങ്ങനെ തിരിച്ചിറങ്ങി ജിംഖാന ക്ലബിൽ നിന്നും. പാർക്കിംഗ്. ഇതൊരു വലിയൊരു പ്രോപ്പർട്ടി കേട്ടോ. സോ ബ്യൂട്ടിഫുൾ, നല്ല ആംബിയൻസ് ആൻഡ് ഹെറിറ്റേജ് ആണ്. ഹിസ്റ്ററി ഒരുപാടുണ്ട്, ചരിത്രം. പിന്നെ നമ്മുടെ നിത്യ കല്യാണി വീട്ടിലുള്ള സെയിം ഇത് ജിംഖാന ക്ലബിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നു കേട്ടോ. നിറച്ച് പോരും, ഓൾവേസ് ഫ്ലവറിങ് ടൈപ്പാണ്. ഇവരുടെ എല്ലാം ഇതാണോ മെമ്മോറിയൽ? ഓക്കെ, അണ്ണാതുരൈ പിന്നെ കലൈഞ്ചർ മെമ്മോറിയൽ ഇവിടെയാണ്. ഓക്കെ, അണ്ണാതുരൈയുടെ എല്ലാം അല്ലേ? ഓക്കെ, മെമ്മോറിയലാണ്. ഓക്കെ, MGR ആൻഡ് ജയലളിത മെമ്മോറിയൽ. ഓക്കെ, തൊട്ടടുത്ത് തന്നെ. ഓക്കെ, പാർക്കെല്ലാം കടന്ന് നമ്മളിത് ഫ്രണ്ടിലോട്ട് വന്നു. ബീച്ച് സൈഡ്. രാത്രിയാണ്, അത് കാരണം ഈ ഷോപ്സ് ഒക്കെ ക്ലോസ് ആവും, അല്ലെങ്കിൽ ഇവിടെ ഭയങ്കര ലൈവാണ്. ഇതിവിടുത്തെ ഫിഷ് മാർക്കറ്റ്, മോഡേൺ ഫിഷ് മാർക്കറ്റ് അല്ലേ, മറീന ബീച്ചിൻ്റെ സൈഡിൽ തന്നെ. നല്ല മഴയാണ്, അത് കാരണം കുറച്ച്. ഇതിപ്പോൾ രാത്രി ആൾക്കാർ മീൻ, ഫ്രഷ് മീനൊക്കെ അവിടെ കൊണ്ടിട്ടിരിക്കുന്നു. കുറേ ഉണ്ടല്ലോ ഇപ്പോഴും രാത്രി. ഇതിപ്പോൾ ഏതാണ്ട് 10 മണി സമയം, ഇപ്പോഴും 10:30. ഓക്കെ, അവിടെ മീൻ ഇരിക്കുന്ന ഫിഷ് മാർക്കറ്റ്. ഇതിങ്ങനെ ഓരോ സ്റ്റോൾസ് അവർക്ക് കൊടുക്കുമല്ലേ മീൻ വിൽക്കാനായിട്ട്. ഓ, നീറ്റായിരിക്കുന്നു കേട്ടോ, വലുത് ഫിഷ് മാർക്കറ്റ്. റീഹാബിലിറ്റേറ്റ് ചെയ്തിരിക്കുന്നതാണ്. പുറത്തുള്ള മീൻ കച്ചവടം മാറ്റിയിട്ട് എല്ലാം ഇങ്ങനെ ആക്കി. ഇൻഡോർ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഈ ഒരു എൻക്ലോഷറിനകത്ത്, ഈ ഗേറ്റിനകത്ത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നീറ്റ് ആൻഡ് ക്ലീൻ അല്ലേ? അപ്പോൾ ക്ലീൻ ആക്കി ഇടാനും ഒക്കെ എളുപ്പമല്ലേ. വലിയ മാർക്കറ്റ്, ഫിഷ് മാർക്കറ്റ്. കോഴിക്കുട്ടി ഡ്രസ് ചെയ്ത് കഴിഞ്ഞോ മോളെ? ഓൾ പാക്ഡ്. തിരിച്ചു പോകുന്ന ദിവസമാണെന്ന്. 7:30 ഫ്ലൈറ്റ്. ഓൾ സെറ്റ് ടു ഗോ.
യെസ്. ഭാസ്കുവിന് വിഷമം അതേ നോക്കൂ, വിഷമിച്ചിരിക്കുന്ന നമ്മൾ പോകുന്നതുകൊണ്ട് സങ്കടം. കൂടുതൽ മിസ് ചെയ്യും. അങ്ങനെ ചെന്നൈയിലെ മനോഹരമായ 5 ദിവസങ്ങൾ ഞങ്ങൾക്ക് സമ്മാനിച്ച മീരയോടും അജിയോടും ഭാസ്കുവിനോടും അവരുടെ വീട്ടിലെ എല്ലാ സ്റ്റാഫിനോടും ഒക്കെ യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ചെറിയൊരു വിഷമമൊക്കെ ഉണ്ട്, എങ്കിലും തിരിച്ച് വീട്ടിലേക്ക് പോകണമല്ലോ. ഇനി നേരെ മദ്രാസ് എയർപോർട്ടിലേക്കാണ്. അവിടുന്ന് സ്ട്രെയിറ്റ് നമ്മുടെ ട്രിവാൻഡ്രം. 1 മണിക്കൂർ കൊണ്ട് ട്രിവാൻഡ്രം എത്തും. ഈ ചെന്നൈ സീരീസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കട്ടെ. കാരണം ധാരാളമായിട്ട് കമൻറ്റ് ബോക്സിലൂടെ നിങ്ങളുടെ നല്ല നല്ല വാക്കുകളാണ് എനിക്ക് വായിക്കാൻ സാധിച്ചത്. ഒരുപാട് സ്നേഹം കൊണ്ട്, സത്യം പറഞ്ഞാൽ എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെയും എല്ലാവരെയും നിങ്ങൾ നന്നായി സ്നേഹിച്ച് ഒരുപാട് അകമഴിഞ്ഞ് സ്നേഹിക്കുന്നതാണ് സത്യം പറഞ്ഞാൽ ഓരോ വാക്കിലൂടെയും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതിനൊക്കെ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. സ്നേഹം മാത്രം, അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും കടപ്പാടും സ്നേഹവും എല്ലാവരോടും. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.